ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം ടൂർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇന്നത്തെ ഹോം ടൂറിന് നല്ലൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണാൻ തുടങ്ങിയ ഒരു വീടാണ് ഇന്ന് നിങ്ങൾ കാണിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മൾ അധിക പേരും ന്യൂ ജനറേഷൻ ഒന്നൊരു പക്ഷേ കാണാൻ ചാൻസ് ഇല്ലാത്തൊരു വീടാണ്. അപ്പോൾ ആ കാണുന്ന വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീടിനെയും അവിടുത്തെ ഹൗസ് ഓണറെയൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ വീട്. അപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കാണ്. ഇതിങ്ങനെ ആ റോഡ് അങ്ങോട്ട് പോകും. പിന്നെ ഈ ഒരു തൊടിയിലൂടെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. അവിടെ കാണുന്ന വീടാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത് തന്നെയാണ് ഈ ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മളുടെ ബിരിയാമു താത്താൻ്റെ വീട്. അപ്പോൾ നമുക്ക് വീടൊന്ന് കണ്ടിട്ട് വരാം. നല്ലൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കുമല്ലോ അല്ലേ? ഒരു വീട് പണി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് എങ്ങനെ കൊടുക്കണം, ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യണം, കിച്ചൺ എങ്ങനെ ചെയ്യണം തുടങ്ങിയ ഒത്തിരി നമുക്കുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരുപാട് വീടുകളൊക്കെ പോയി കണ്ട് ആ വീടുകളിലെ ഐഡിയകളൊക്കെ നമ്മളെ വീടുകളിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നമുക്ക് തോന്നുന്നത് അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം നമ്മളതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് നല്ലൊരു എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിനെ നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനും അതുപോലെ നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ച് ഡിസൈൻ ചെയ്യാനും പറ്റിയ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീടിനെ നമ്മളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് നമ്മുടെ സ്വപ്നം പോലെ തീർത്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോളോ ആപ്പ് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീടൊക്കെ പണിയുടെ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആവുമായിരുന്നു ഇത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാനും നമുക്കൊരു മൊബൈൽ ഫോൺ മാത്രം മതി. പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വഴി വീടുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്റീരിയർ ഡിസൈനറെ സെലക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വഴി എവിടെ ഇരുന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും. അത്ര സിംപ്ലി ആയിട്ട് നമ്മുടെ വീട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു വീട് ഉണ്ടാക്കാൻ ഫുൾ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു കോളോ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ കാണാണ് നമ്മളുടെ ബിരിയാമു താത്ത കേട്ടോ. ബിരിയാമു താത്താൻ്റെ സ്വർഗ്ഗമാണിത്. അപ്പോൾ ബിരിയാമു താത്ത എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ ഒരു വീട് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഏകദേശം 25 വർഷത്തിലേറെ ആയിട്ടില്ലേ ഉണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ ഒരു അടുക്കള അല്ലായിരുന്നു ബിരിയാമു താത്ത ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിങ്ങൾ കത്തിക്കാറില്ല? ഗ്യാസിലാണല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കി. ഈ അടുക്കളന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ അവസ്ഥ? ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുന്നേ ഇതായിരുന്നു ഈ വീടിന്റെ അടുക്കള ഉണ്ടായിരുന്നു കേട്ടോ. മണ്ണോണ്ടല്ല ഇത് തേച്ചിട്ടുള്ള കട്ട അല്ലേ? മണ്ണാണത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ചുമരൊക്കെ തേച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. മണ്ണെന്ന് വെച്ചാൽ ചെങ്കല്ല് പൊടിച്ച് അരച്ച് തുണിയിൽ മുക്കിയിട്ട് തേക്കുന്നതാണിത്. ഇതാണ് ഇപ്പത്തെ കിച്ചൺ കേട്ടോ. ഇതാണ് ഉറി. മുല്ലു കണ്ടിട്ടുണ്ടോ ഈ ഒരു സംഭവം? അല്ല, ഇതിങ്ങനെ വെച്ചിരിക്കുന്ന സിസ്റ്റം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഉറി. കഥയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതാണ് ഉറി.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതാ പണ്ടൊക്കെ വീടിന് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചെറിയ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇങ്ങനൊരു ഹോള് അല്ലേ ബിരിയാമദാത്ത? ഈ ചുമരിന് ഈ ഹോളിട്ടിരിക്കണ ഈ ഓട്ട കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? ആ ആ ആ ആ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കലാണ്. പിന്നെ ഞാൻ ആ റൂമിലാണ് പിന്നെ ഇതാക്കുന്നത്. അടുപ്പൊക്കെ നാശമായിട്ട് ഞാനിപ്പോൾ ഈ ഗ്യാസുമാരാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഈ റൂം കൂടെ നമുക്ക് കണ്ടെടുക്കാം. ഇത് കണ്ടോ പണ്ടത്തെ ജനലിൻ്റെ ഒരു സ്ട്രക്ചർ. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇതാണ് ഓലത്തടുക്ക് മടഞ്ഞിട്ട് അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ കിച്ചണിൻ്റെ ചുമരൊക്കെ പടുത്തിരിക്കുന്നത് ഉരുളൻകല്ല് വെച്ചിട്ടാണ്. ഉരുളൻകല്ലും മണ്ണും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു ചുമര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.